ശ്രീ ഫൈസൽ ബാബു, ഒരു മാസത്തോളമുള്ള ടൈറ്റ് ഷെഡ്യൂൾ, ഇലക്ഷൻ പ്രചരണം, ഒരുപാട് ആളുകളുമായിട്ട് കാണുന്നു, സംസാരിക്കുന്നു, സംവദിക്കുന്നു. ഇതിൽ താങ്കൾക്ക് മനസ്സിൽ തട്ടിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ നമ്മുടെ ഈ കോസ്റ്റൽ ബെൽറ്റിൽ പോകുന്ന സമയത്ത് ഒരു കുടുംബം, ഒരു 10-12 പേര് സ്ലം ഏരിയ, കൃത്യമായും സ്ലം, അവിടെ ഒരു ടെമ്പററി ഷെഡ് പോലൊരു വീട്ടിൽ താമസിക്കും. 12 ആൾ ആ വീട്ടിൽ താമസിക്കുന്നു പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. ഇപ്പോൾ കോഴിക്കോട് എന്ന് പറയുന്ന ഈ കണ്ണഞ്ചിപ്പിക്കുന്ന നഗരത്തിൻ്റെ പിന്നാമ്പുറത്ത് ഇത്തരം കാഴ്ചകളുമുണ്ട് എന്ന് എനിക്കൊരു സങ്കടമായി. അവിടുത്തെ ഒരു കുട്ടിയുടെ കയ്യിൽ ഇങ്ങനെ ഒരു കെട്ട് ഉണ്ട്. കുട്ടിയുടെ അമ്മ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം അവനെ പാമ്പ് കടിച്ചതാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എവിടുന്നാ പാമ്പ് കടിച്ചു? രാത്രി കട്ടുമ്പോൾ കിടക്കുമ്പോൾ അവൻ കൈ താഴെ തൊട്ടതാണ്, അപ്പോൾ പാമ്പ് കടിച്ചത്, കൊത്തിയതാണ്. നിരന്തരം പാമ്പ് വന്ന് ശല്യപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് ഇതിനൊരു പരിഹാരം തരുമെന്ന്. നമ്മളിങ്ങനെ ഓട്ടയിച്ച് ഇങ്ങനെ പോവാണല്ലോ. പക്ഷെ ഒരു 10 മീറ്റർ മുന്നോട്ട് നടന്നപ്പോൾ ഞാനൊന്ന് എൻ്റെ മനസ്സിനത് വീണ്ടും അത് മുറിപ്പെടുത്തി. ഞാൻ വീണ്ടും ആ വീട്ടിലേക്ക് കയറി. എൻ്റെ കൂടെയുള്ള 1-2 പേരെ മാറ്റി നിർത്തി. ഞാൻ ചോദിച്ചു, ഒരു 1.5-2 സെൻറ്റ് സ്ഥലം ഈ നഗരത്തിലെവിടെയെങ്കിലും ഇപ്പം തരികയാണെങ്കിൽ, നമ്മൾ നാളെ MLA ആയി തിരഞ്ഞെടുത്ത് അങ്ങനെ വരാനൊന്നും നിൽക്കണ്ട, അതൊക്കെ ജനങ്ങളുടെ കയ്യിൽ കിടക്കുന്ന കാര്യം. വിത്തിൻ 48 hours നമുക്ക് ഫൗണ്ടേഷൻ തറക്കല്ലിടാം. അങ്ങനെ പരിഹരിക്കേണ്ട ഒരു ഇഷ്യൂ ആണ് നമ്മളെ മുന്നിൽ കിടക്കുന്നത്. അതിപ്പോഴും എൻ്റെ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. ഞാൻ രാത്രി കിടക്കുമ്പോഴൊക്കെ ആ കുട്ടി കിടക്കുന്ന കട്ടിലും പാമ്പിഴഞ്ഞ് നടക്കുന്നു എന്ന അമ്മയുടെ സങ്കടവും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കുട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലെവിടെയോ ഒരു വേദനയായി പടരുന്നുണ്ട്.